സമയത്ത് ഉണ്ടായിപ്പോൾ ഇത് നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കാറും കിട്ടിയില്ല, തീയും വന്നില്ല, ജ്യോതിയും വന്നില്ല എന്ന് പറഞ്ഞ പോലെ കാറും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. കാറ് നമ്മൾ റെന്റിനെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയത് കാരണം നമുക്ക് കാർ കിട്ടിയില്ല. ഇവിടെ 10 മണി വരെയായിരുന്നു രാത്രി. നമുക്ക് നമ്മളെത്തുന്നത് 10 മണി കഴിഞ്ഞിട്ടാണ്. രാത്രി 10 മണി 10 മണി കഴിഞ്ഞിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു കാർസ് എല്ലാം ക്ലോസ് ചെയ്തു, ഇതെല്ലാം ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് അത് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഊബർ എടുത്തിട്ട് വരേണ്ടി വന്നു നമ്മുടെ ഹോട്ടലിലേക്ക്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ വീണ്ടും കാർ എടുക്കാൻ വേണ്ടി പോവാണ് എയർപോർട്ടിലേക്ക്. കാർ റെൻ്റിൽ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവരവിടെ നിന്ന് പറഞ്ഞു ഇന്ന് എടുക്കേണ്ടതായിരുന്നു, അപ്പോൾ നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റില്ല, ഇന്നലെ അവരവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അത് കാരണം അത് ക്യാൻസലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അയ്യോ ഡബിൾ പണിയായല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ അവർ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെടുത്ത് റെൻ്റൽ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർ റെൻ്റൽ ഏജൻസിയിൽ നിന്നാണ്, booking.com എന്നാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നലെ ആണെങ്കിൽ നമ്മൾ കുറേ പ്രാവശ്യം വിളിച്ച് നോക്കി. വെബ്സൈറ്റിൽ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ബുക്കിങ്ങിൽ, ഇൻ കേസ് ഇനി അർജൻസീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് വിളിച്ചു, കുറേ തവണ എയർപോർട്ടിൽ നിന്ന് ട്രൈ ചെയ്തു. നമ്മുടെ ഫ്ലൈറ്റ് ഡിലേഡ് ആണ്, നമ്മൾ ഫ്ലൈറ്റ് നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്ലൈറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഒരുപാട് തവണ നമ്മൾ വിളിച്ച് നോക്കി. അപ്പോൾ ആരും റെസ്പോണ്ട് ചെയ്തില്ല. നമ്മളവിടെ പോയി ഇന്ന് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഞങ്ങൾ മിഡ് നൈറ്റ് വരെ വെയിറ്റ് ചെയ്തു, പക്ഷെ നിങ്ങൾ ആരും വരാത്ത കാരണം നിങ്ങൾക്ക് തരാൻ പറ്റില്ല. നമ്മളാണെങ്കിൽ ഫുൾ പേ ചെയ്തതാണ്, അതുപോലെ ഫുൾ എമൗണ്ട് ബുക്കിംഗ് ത്രൂ നമ്മൾ എമൗണ്ട് പേ ചെയ്തു. പക്ഷെ അതൊന്നും റീഫണ്ട് ചെയ്യാൻ എനിക്കറിയില്ല, കാരണം ഇതൊരു ഏജൻസിയാണ്, റെൻ്റൽ ഏജൻസിയാണ്, ബുക്കിംഗ് വഴിയാണ് നിങ്ങൾ ചെയ്തത്, കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് നല്ല പണി കിട്ടി. നമ്മൾ വീണ്ടും പിന്നെ ബുക്കിങ്ങിൽ ചാറ്റ് ചെയ്തു, കാരണം ഇന്ന് സാറ്റർഡേ ആണെങ്കിൽ ബുക്കിങ്ങിലും ക്ലോസ്ഡ് ആണ്, അവർ സപ്പോർട്ട് ചെയ്യില്ല. അപ്പം നമ്മൾ ചാറ്റ് ത്രൂ നമ്മളടുത്ത് അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊരു, കാരണം വെബ്സൈറ്റിൽ അവർ 10-ന് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു കാർ റെൻ്റൽ ഏജൻസി. അത് റെൻ്റൽ പ്ലസ് ഏജൻസിയാണ്, വേറെ ഹേർഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചാറ്റിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരിയാണ്, വെബ്സൈറ്റിൽ 10-ന് ക്ലോസ് ചെയ്യുമെന്നാണ്. നമ്മൾ പാരൻസിനായിട്ട് വന്ന കാരണം തന്നെ നമ്മൾ ഓൾറെഡി ഫ്ലൈറ്റ് ഡിലേ ഒക്കെ ആയിട്ട് രാത്രിയാണ് എത്തിയത്. അപ്പോൾ രാത്രി എത്തിയിട്ട് 10 കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് വിളിച്ചാൽ മതിയല്ലോ, വിളിച്ചിട്ട് അവർ അവിടെ ഓപ്പൺ ആയി നമുക്ക് പോയിരിക്കും. അതുകൊണ്ട് നമ്മൾ ടെർമിനൽ 3-ൽ ഇറങ്ങിയത് കാരണം നമ്മൾ അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കാർ റെൻ്റലിലേക്ക് പോകാൻ. നമ്മൾ അങ്ങോട്ട് പോയില്ല. പക്ഷേ അവിടെ പോയി നമ്മുടെ കയ്യിലുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ പോയിട്ട് നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളവിടെ അവരടുത്ത് പോയിട്ട് നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അവർ പറഞ്ഞത് വിളിക്കാനാണ്. നമ്മൾ വിളിച്ച് നോക്കിയപ്പോൾ നമുക്കിട്ട് കിട്ടിയതുമില്ല. എന്തായാലും അവർ പിന്നെ പറഞ്ഞു, ചാറ്റിൽ പറഞ്ഞു നമ്മുടെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് കുറച്ച് കൺവിൻസിങ് ആണ്. കാരണം നമ്മളവിടെ എത്തിയിട്ട് നമ്മൾ വിളിച്ചിട്ട് എടുക്കാത്തത് കാരണം അവരൊരു കുറച്ച് എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബുക്കിങ്ങിൻ്റെ അവിടെ നിന്ന് നമ്മൾ ന്യൂ റിസർവേഷൻ ഇപ്പോൾ എടുത്ത് അത് നമുക്ക് ഇന്നൊന്നും റെൻറ്റിൽ കിട്ടിയില്ല. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആക്ച്വലി വളരെ നല്ലതാണ് കേട്ടോ. നമ്മളിപ്പോൾ പോയി നോക്കിയപ്പോഴാണ് അറിയുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ജസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത്. ഇവിടുന്ന് നമ്മൾ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ ബസ്സും മെട്രോ പ്ലസ് ട്രാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിലൊരു ഓറഞ്ച് ബോക്സ് കാണും നമ്മൾ ഈ ബസ്സിലൊക്കെ കയറുമ്പോൾ. അപ്പോൾ അതിൽ കയറുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 90 മിനിറ്റ്സിന്, 24 ഹവേഴ്സിന്, 72 ഹവേഴ്സ് അതിനൊക്കെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അതെടുത്തിട്ട് നമുക്കത് ത്രൂ ഔട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അത് അത്യാവശ്യം ചീപ്പുമാണ്. പ്ലസ് പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ നല്ലതാണ്. ഇവിടെ എവിടേക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാനും പറ്റും. അത് കാരണം വളരെ നല്ലതാണ്. പക്ഷേ നമ്മൾ പാരൻസുള്ള കാരണം നമുക്കിങ്ങനെ കുറേ സ്ഥലത്തൊക്കെ നിർത്തി ഇങ്ങനെ പോകുന്നത് ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചാൽ അവർക്കും കയറൊക്കെ വേണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ റെൻ്റൽ കാർ എടുക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടായത്. അപ്പോൾ ക്യാൻസലാവും, അവർ എന്തായാലും ക്യാൻസൽ ചെയ്യും ആ റെൻ്റൽ ഏജൻസി. എന്നിട്ട് പിന്നെ നമുക്ക് വീണ്ടും പുതിയൊരു ബുക്കിംഗ് ചെയ്യണം, പുതിയതായിട്ട് റിസർവ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് റിസർവ് ചെയ്തു, വേറെ ഒരു കാർ റെൻ്റൽ ഏജൻസി ആയിട്ട് നമ്മൾ ബുക്കിംഗ് ത്രൂ തന്നെ വേറെ റിസർവ് ചെയ്തു. അപ്പോൾ അവർ നമുക്ക് ഇതിൻ്റെ ഒരു കുറച്ച് എമൗണ്ട് അവർ നമുക്ക് റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൺഫർമേഷൻ 24 ഹവേഴ്സിൽ അവർ കൺഫർമേഷൻ തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം കൺഫർമേഷന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ റീഫണ്ടും കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻ്റൽ ഒരു നല്ല പണിയാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമ്മളൊരു ഹാഫ് ഡേ ഇപ്പോൾ പോയി. നമ്മൾ രാവിലെ പ്ലാൻ ഉണ്ടായിരുന്നു പ്രാഗിലേക്ക് വേറെ ഓൾഡ് ടൗണൊക്കെ കാണാനൊക്കെ ആയിട്ട്. പക്ഷേ നമ്മുടെ ഒരു ഹാഫ് ഡേ ഇപ്പോൾ പോയി നമുക്ക് ഇതിൻ്റെ ഒരു പിന്നാലെ നടന്നിട്ട്. എന്തായാലും നമുക്ക് ഫൈനലി നമ്മൾ കുഴപ്പമില്ല, കാരണം അതുകൊണ്ട് നമ്മൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ എല്ലാം ഓക്കെ ആണെന്ന് മനസ്സിലായി. ഇന്നൊരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ പറയാം. നമുക്ക് ഓരോ ന്യൂ ലെസൺസ് ആണ് നമ്മൾ എവിടെയെങ്കിലും പുതിയതായിട്ട് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ. ബാഗിലും നമ്മൾ ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ കുഴപ്പമില്ല, ഒരു നല്ലൊരു പണി കിട്ടിയെങ്കിലും നമുക്ക് അത്യാവശ്യം പൈസ റീഫണ്ട് ചെയ്യുന്നതുകൊണ്ടും പ്ലസ് പുതിയൊരു റിസർവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും നമ്മൾ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല.